ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു യാത്രയിലൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ്. ലോക്ക്ഡൗൺ കാരണം വീട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം നമ്മളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയുടെ എപ്പിസോഡുകൾക്ക് ശേഷം എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജും കാര്യങ്ങളും ഒക്കെ വന്നു. എല്ലാവരും നമ്മുടെ യാത്ര ഇഷ്ടപ്പെട്ടു എന്നതിനുള്ള തെളിവാണുള്ളത്. സോ ആ സപ്പോർട്ട് തുടർന്നും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത് നമ്മളുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയിൽ എനിക്ക് വന്ന കോളുകളിൽ ഏറ്റവും അധികവും അവിടേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരുന്നു. സോ നമ്മുടെ യാത്രയുടെ ഡീറ്റെയിൽസ്, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകണം, ബഡ്ജറ്റ് എത്രയാണ്, ബഡ്ജറ്റ് എനിക്ക് ചിലവായത് എത്രയാണ്, നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെയൊക്കെ പോകാം, എല്ലാം ഇൻഡിവിജ്വലായിട്ടുള്ള ഡീറ്റെയിൽസാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. സോ തുടക്കം മുതൽ ഒടുക്കം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാം. വന്നിപ്പം നടക്കാതെ കാര്യങ്ങൾ പറയാൻ പറ്റാണ്ടായി. നേപ്പാളിലെ ട്രെക്കിങ്ങിന് ശേഷം ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നടക്കുമ്പോഴുള്ള കിതപ്പില്ലേ, അതങ്ങ് മാറിക്കിട്ടി കേട്ടോ. ഇപ്പം കിതയ്ക്കുന്നില്ല. സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിൻ്റെ ചിലവുകൾ. ആദ്യം തന്നെ ഞാൻ പോയത് ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടാണ്. പാക്കേജ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40,000 രൂപയാണ് എനിക്ക് പാക്കേജ് റേറ്റ് ഉണ്ടായത്. അതായത് 39,866 ആ ഒരു റേറ്റാണ് വന്നത്. ഞാൻ ബുക്ക് ചെയ്തത് അഡ്വഞ്ചർ നേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനി വഴിയാണ്. അതായത് ഓൺലൈനിൽ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് അതിൽ കുറച്ച് റേറ്റ് കുറവുള്ളതെന്ന് തോന്നിയ ഒരു കമ്പനി വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. അഡ്വഞ്ചർ നേഷൻ ശരിക്കും നേപ്പാളിൽ അവർ ട്രെക്കിംഗ് നടത്തുന്നില്ല. അവർ ജസ്റ്റ് ബുക്കിംഗ് എടുത്തിട്ട് നേപ്പാളിലുള്ള ഏഷ്യൻ ട്രെക്കിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിക്ക് കൈമാറും. അവരാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ അതിനെനിക്ക് 40,000 രൂപയാണ് ചിലവായത്. ഈ 40,000 രൂപയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ട്രെക്കിംഗ് എൻട്രേഡ് 12 ദിവസത്തെ ട്രെക്കിങ്, അതിൽ പോകേണ്ട ദിവസങ്ങളിലെ താമസം, ഗൈഡ്, പിന്നെ പോർട്ടർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഐറ്റംസ്, അതായത് ഈ 12 ദിവസം താമസിക്കാൻ വേണ്ട നമ്മുടെ ഡ്രസ്സ്, മറ്റ് കാര്യങ്ങൾ ഒക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ പോർട്ടർ ഉള്ളത്. സോ അവർ ഏകദേശം നമ്മുടെ ഒരു 10 കിലോയുടെ അടുത്ത് വെയിറ്റ് നമ്മുടേത് അവർ എടുക്കും. ബാക്കി കൂടുതലുണ്ട് എങ്കിൽ അത് നമ്മൾ തന്നെ ക്യാരി ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തിച്ചേരുമ്പം, അതായത് നമ്മൾ കാഠ്മണ്ഡുവിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു എയർപോർട്ട് പിക്കപ്പും, അത് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവിടാനുള്ള എയർപോർട്ടിൽ കൊണ്ടുവിടാനുള്ളതും, കൂടാതെ കാഠ്മണ്ഡുവിൽ ഒരു ദിവസം താമസിക്കാൻ, അതായത് ട്രെക്കിങ്ങിന് മുമ്പ് ഒരു ദിവസം, അതിനുശേഷം ട്രെക്കിങ്ങിന് കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു ദിവസം താമസിക്കാനുള്ളതും, ഇത്രയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ പാക്കേജ് ഉള്ളത്. ഓക്കെ, സോ പാക്കേജ് എത്രയാണ്? പാക്കേജ് നമ്മളെടുത്തു. ഇനി നമുക്ക് ട്രെക്കിങ്ങിന് പോകുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കങ്ങൾ എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് വലിയ മുന്നൊരുക്കത്തിൻ്റെ ഒന്നും ആവശ്യം വരുമെന്ന്. അല്ലാതെ ഇപ്പം മുൻപ് ചെയ്ത് പരിചയമില്ലാത്ത ആളാണെങ്കിൽ ജസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങളൊരു രാവിലെ എണീറ്റ് ഒരു 1-2 കിലോമീറ്റർ നടക്കാൻ ശ്രമിക്കുക. അത്രയേ ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് പോകുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ്, ഈ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസ് കൊണ്ടുപോകണം എന്നുള്ളത്. അത് നമുക്കിപ്പോൾ ട്രെക്കിങ്ങിന് വേണ്ട മെയിനായിട്ട് ട്രെക്കിംഗ് ഷൂ, പിന്നെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റ് കാര്യങ്ങൾ, പിന്നെ വാക്കിംഗ് സ്റ്റിക്ക്, ഗ്ലൗസ്, അതായത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള തെർമൽ ഗ്ലൗസ് കാര്യങ്ങൾ, പിന്നെ തെർമൽ സോക്സ് നമ്മൾ തെർമൽ സോക്സ് തന്നെ വാങ്ങണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നേപ്പാളിലെ കാഠ്മണ്ഡു പോയി തമിഴ് മാർക്കറ്റിൽ നിന്ന് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്ത് ആ ഒരു എപ്പിസോഡായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ ഇട്ടേക്കാം. സോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് മുന്നൊരുക്കമായിട്ട് വേണ്ടത്. ഈ നമ്മൾ മുന്നൊരുക്കം കാര്യങ്ങളൊക്കെ പൂർത്തിയായി. ഇനി നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് നമുക്ക് ഫ്ലൈറ്റിന് പോകാം, അല്ല എങ്കിൽ നമുക്ക് ട്രെയിന് പോകാം. ഇപ്പോൾ ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി ഞാൻ പോയത് ഫ്ലൈറ്റിനാണ്. ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി ഏകദേശം 8,000, അത് നിങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ 8,000-9,000 നമുക്ക് ടിക്കറ്റ് കിട്ടും. നേപ്പാൾ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് അവൈലബിൾ ആണ്. അതിന് പോകുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. 3 മണിക്കൂർ കൊണ്ട് നമുക്ക് കാഠ്മണ്ഡുവിൽ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ഇനി
ഇത്രയാണ്. നമ്മളങ്ങനെ കാത്മണ്ഡുവിൽ എത്തിച്ചേർന്നു. അവർ നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകും. ഇനി ഉള്ള മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയിലെ ഭക്ഷണം. ഞാൻ പറഞ്ഞു നമ്മുടെ പാക്കേജിൽ ഭക്ഷണം ഇൻക്ലൂഡഡ് അല്ല. സോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1200-നും 1500-നും ഇടയ്ക്ക് രൂപ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റൂട്ടാണ്. കാരണം ചെറിയ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് അവർ ഐറ്റംസ് ക്യാരി ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൻ്റെ റേറ്റിലൊരു വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും ടോപ്പിൽ 1 ലിറ്റർ വെള്ളം നിങ്ങൾ വാങ്ങണമെങ്കിൽ 400 രൂപ നിങ്ങൾ കൊടുക്കണം. അത് ആലോചിച്ചാൽ മതി, 400 നേപ്പാളി റുപ്പീസ്. പിന്നെ മെയിനായിട്ട് വേറൊരു കാര്യം, നമ്മളുടെ ഇന്ത്യൻ രൂപയും നേപ്പാളി രൂപയും അവിടെ അവർ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഇന്ത്യൻ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങും. അതുകൊണ്ട് നമുക്ക് നേപ്പാളി റുപ്പീസ് പോയി അവിടെ നിന്ന് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. അവിടെ എവിടെ ഇന്ത്യൻ രൂപ കൊടുത്തിട്ടുണ്ടെങ്കിലും വാങ്ങും. അതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ 1 രൂപ എന്ന് പറയുന്നത് നേപ്പാളിലെ 1 രൂപ 60 പൈസയാണ്. നമ്മൾ 1000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേപ്പാളിലെ 1600 രൂപയാണ് എന്നുള്ളത്. എന്ന് വെച്ചിട്ട് അതിൽ ഐറ്റംസിലൊന്നും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ശരിക്കും നമ്മൾ വിചാരിക്കും, ഞാനും ആദ്യമേ എന്താ കരുതുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 1 രൂപ 60 പൈസയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഐറ്റംസിനൊക്കെ വില കുറവായിരിക്കുമെന്ന്. അങ്ങനെയല്ല. കാരണം മൂല്യം, അതായത് പൈസയുടെ മൂല്യം 2 സ്ഥലത്ത് ഏകദേശം ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ പൈസ ഡിഫറൻസ് നമുക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ഇന്ത്യയിലുള്ള ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന പോലെയൊക്കെ തന്നെ നമുക്കും അത് ഫീൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചിലവ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ബഡ്ജറ്റ് എങ്ങനെയാണ് ഞാൻ ഒരു ഡയറിയിലൊക്കെ എഴുതി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതാണ് ബഡ്ജറ്റ് ഡീറ്റെയിൽസ്. ഞാൻ വായിക്കാം. നമുക്ക് ട്രെക്കിംഗ് ഫീ ആയിട്ട് 40,000 രൂപ ട്രെക്കിംഗ് ഫീയും കൂടാതെ ട്രെക്കിംഗ് ഐറ്റംസ്, മെഡിസിൻസ് കാര്യങ്ങളൊക്കെ വാങ്ങിയ വകയിലൊരു 7,826 രൂപ അതിനും, പിന്നെ നമ്മൾ പോകുന്ന വഴിയിലുള്ള ഭക്ഷണം കഴിച്ചതിനുള്ള ഭക്ഷണവും കൂടാതെ നമ്മൾ പോർട്ടേഴ്സിന് കൊടുത്ത ടിപ്സ് കാര്യങ്ങളൊക്കെ കൂട്ടി ഏകദേശം 16,743 രൂപയും ആണ് ചിലവ് വന്നിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് 64,569 രൂപയാണ് എനിക്ക് ചിലവുണ്ടായിട്ടുള്ളത്. അതിൽ എല്ലാം കൂടി, അതായത് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ട്രെക്കിംഗ് അവസാനിപ്പിക്കുന്നവരെ എനിക്കുണ്ടായ ചിലവാണ് അത്. പിന്നെ ടിപ്സ് കാര്യങ്ങൾ നമ്മളുടെ പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മൾ അതുപോലെ അവർ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഐറ്റംസൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനാണെങ്കിൽ ബാക്കി എന്ത് ഹെൽപ്പിനും അവരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ അവസാനം അങ്ങനെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അതായത് ഇപ്പം ട്രെക്കിംഗ് എല്ലാം പൂർത്തിയാക്കി എല്ലാവരും കൂടി പിരിച്ചത് ഇത്ര എമൗണ്ടൊന്നുമില്ല, സ്നേഹമായിട്ട് കൊടുക്കുന്നതാണ്. എല്ലാവരും കൂടി പിരിച്ചതിന് ശേഷം ഒരു എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുക്കും. ഇതിൽ വിട്ടുപോയത് വേറൊരു കാര്യം മെഡിസിൻ്റെ കാര്യമാണ്. അതായത് നമുക്ക് AMSൽ ചേർക്കാൻ വേണ്ടിയുള്ള ഡയമോക്സിൽ മെഡിസിൻ നമ്മൾ കൊണ്ടുപോകണം. അത് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളോട് ഗൈഡ് പറയും എപ്പോൾ മുതൽ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കഴിച്ചു തുടങ്ങണം. അല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് AMS സിക്നസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് നിങ്ങൾ മുൻകൂട്ടി ഗൈഡിനോട് പറയേണ്ടതാണ്. പിന്നെ പോകുന്ന വഴിയിലുള്ള ഓക്സിജൻ സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ ട്രെക്കിംഗ് കമ്പനി തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതെല്ലാം ക്യാരി ചെയ്തിട്ടാണ് പോവുക. ഞാനൊന്നും പോയപ്പോൾ നമുക്കൊന്നും അതിൻ്റെ ഒന്നും യൂസേജ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് കൂടെ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാനത് പറഞ്ഞുതരാം. കൂടാതെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട്. ബാക്ക് പാക്കർ സുധി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട്. നിങ്ങൾ അതിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ നമുക്ക് സെയിം പേരിൽ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. കൂടാതെ എൻ്റെ ഫേസ്ബുക്ക് ID ഉണ്ട്. എവിടെയാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചെന്ന് ചോദിച്ചാൽ മതി. ഈ ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ എനിക്കറിയാവുന്ന എന്ത് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലും ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചു. ഇതിന് ശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് ആൾക്കാർ വിളിച്ചു. അതിൽ കുറേ ആൾക്കാർ അതായത് ഈ ലോക്ക്ഡൗണൊക്കെ ശേഷം പോകാനുള്ള പ്ലാൻ ഉണ്ട്. അതിൽ മലയാളീസ് എല്ലാം ഒരുപാട് പ്ലാൻ ചെയ്ത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഞാൻ ആ യാത്ര പോയ സമയത്ത് അതിൽ ഇന്ത്യക്കാർ വളരെ കുറവാണ്. അതിൽ മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുലവും തുച്ഛമാണ്, വളരെ കുറവാണ്. നമ്മൾ ലേയും ലഡാക്കും മഞ്ഞുമലകളൊക്കെ ഇഷ്ടപ്പെടുന്ന മലയാളികൾ എന്തുകൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന ഈ സ്വർഗ്ഗതുല്യമായ സ്ഥലം വിട്ടുപോയി എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതമാണ്. സോ ഇനിയെങ്കിലും മലയാളികൾ കൂടുതൽ അങ്ങോട്ടേക്ക് വിസിറ്റ് ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യുക. സൂപ്പറായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റുന്ന ഒരു സമയത്ത്, നിങ്ങളെക്കൊണ്ട് നടക്കാനാവുന്ന ഒരു സമയത്ത് പോയി കാണേണ്ട ഒരു സ്ഥലമാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. കാരണം അങ്ങോട്ടേക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. നടന്ന് പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വേറൊരു കാര്യം എല്ലാവരും ചോദിച്ചു എന്നോട്, ഇത് സീസൺ ഏത് ടൈമാണ് നമുക്ക് പോകാൻ എളുപ്പം, അതായത് നല്ല സീസൺ ഏതാണെന്നുള്ളത്. ശരിക്കും ഈ പറയുന്ന മാർച്ച് അവസാനത്തോടെ സീസൺ സ്റ്റാർട്ട് ചെയ്തു.
ഏപ്രിൽ മെയ് മാസത്തിൽ ആ ഒരു സീസൺ ഉണ്ടാവും. കൂടാതെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലും സീസണാണ്. അതിൽ സെപ്റ്റംബർ ഞാൻ പോയത് ഒക്ടോബർ മാസമാണ്. സോ ഒക്ടോബർ മാസത്തിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മഞ്ഞ് വീഴ്ചയൊന്നും ഇല്ലാത്തൊരു സമയമാണ്, മഴയെല്ലാം കഴിഞ്ഞ ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിമാലയൻ കാടുകളൊക്കെ നല്ല അടിപൊളി പച്ച കളറിൽ നല്ല കളർഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു ടൈമാണ്. സോ നിങ്ങൾ ആ ഒരു ഗ്രീനറി, അതായത് ഗ്രീനറി ആസ്വദിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ പോയാൽ മതി. നമുക്ക് രണ്ടും ആസ്വദിക്കാം, മഞ്ഞും കാണാം, നമുക്ക് ഹിമാലയൻ കാടുകളുടെ കളറിൻ്റെ ആ ഒരു വ്യത്യാസം കാര്യങ്ങളും കാണും. എല്ലാം നിങ്ങൾക്ക് മഞ്ഞ് മാത്രമാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് മഞ്ഞിൻ്റെ കാഴ്ചകളായിരിക്കും നിങ്ങൾ അവിടെ വരവേൽക്കുന്നുണ്ടാവുക. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇപ്പം നേപ്പാളിലെ എല്ലാ സ്ഥലങ്ങളും ക്ലോസ്ഡ് ആണ്. അങ്ങോട്ടേക്ക് സഗർമാത നാഷണൽ പാർക്കിലേക്ക് ഒരു എൻട്രി ഇല്ല. സോ ഇതിന് ശേഷം എന്താകുമെന്നുള്ളത് ലോക്ക്ഡൗണൊക്കെ ശേഷം നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും ഈ ഒരു കൊറോണയുടെ ഭീതി കാലങ്ങൾ ഒഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാം. ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നേപ്പാളിൽ പോകാൻ വേണ്ടിയിട്ട്, നേപ്പാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഇന്ത്യയിലെ ഒരു സ്ഥലം പോലെ തന്നെയുള്ളൂ. നമുക്ക് ഇന്ത്യക്കാരോട് നേപ്പാളുകാർക്ക് ഭയങ്കര സ്നേഹമാണ്, എല്ലാവിധ സപ്പോർട്ടും കാര്യങ്ങളും അവർ തരും. സോ അതുകൊണ്ട് പിന്നെ കൂടാതെ നമുക്ക് പാസ്പോർട്ടിൻ്റെയോ മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ്, വോട്ടർ ഐ ഡി കാർഡോ ആധാർ കാർഡോ എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് നേപ്പാളിൽ പോയി സുഖമായിട്ട് തിരിച്ചു വരാൻ പറ്റുന്നതാണ്. പിന്നെ ഇൻഡിവിജ്വലായിട്ട്, അതായത് സോളോ ട്രെക്കിങ്ങിന് ഒരുപാട് ആൾക്കാർ വിളിച്ച് സോളോ ട്രെക്കിങ്ങിന് ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ശരിക്കും ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഒരിക്കലും സോളോ ട്രെക്ക് പോകാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ സോളോ അല്ലാണ്ട് പോകുമ്പോൾ നമ്മളെ സഹായിക്കാനൊക്കെ ആളുകളുണ്ടാവും. അതെല്ലാം സോളോ പോയി നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സോളോ പോകാം. അതിനായിട്ട് നിങ്ങൾക്ക് ഇതിന് ട്രെക്കിങ്, അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിങ്ങിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് നിർബന്ധമായും നിങ്ങൾ ഇൻഷുറൻസ് എടുത്തിരിക്കണം. കൂടാതെ സഗർമാത നാഷണൽ പാർക്കിൻ്റെ എൻട്രി ചെയ്യാനുള്ള ഫീസ് കാര്യങ്ങളും പിന്നെ ഒരു അതോറിറ്റിയുടെ സിഗ്നേച്ചർ കാര്യങ്ങൾ വേണം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ ഞാനത് നിങ്ങളുമായിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ശരിക്കും ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ട്രെക്കിങ് പോകാൻ പറ്റും. പിന്നെ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂക്ല ടു കാത്മണ്ഡു ടു ലൂക്ല ഫ്ലൈറ്റ്, നമ്മുടെ പാക്കേജിൽ ഈ ഫ്ലൈറ്റ് ചാർജ് ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പോകുമ്പോൾ ശരിക്കും ആ ഫ്ലൈറ്റിൻ്റെ ചാർജ് ഏകദേശം സീസൺ ടൈമിൽ റിട്ടേൺ അടക്കം ഏകദേശം 14,000 രൂപയോളം വരും. 14, അത് ചെറിയ രീതിയിൽ വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവും. എങ്ങനെയായാലും ഒരു 14-15 രൂപ എന്തായാലും ഉണ്ടാവും. ആ ഒരു റേറ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അതൊരു റേറ്റ് കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിന് അല്ലാതെയും പോകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്മണ്ഡുവിൽ നിന്ന് പബ്ലു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് കിട്ടും. പബ്ലു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ്സിന് പോയി അവിടെ നിന്നും 2 ദിവസത്തെ ട്രെക്കിങ്ങിൽ നിങ്ങൾക്ക് ലൂക്ലയിലെത്താം. അത് കഴിഞ്ഞ് സാധാരണ പോലെ നിങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് പോകാം. അങ്ങനെ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത്രയൊക്കെയാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയുടെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. നമ്മളുടെ ഇനിയുള്ള യാത്രകളിലും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഇനിയും ഒരുപാട് അഡ്വഞ്ചറായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള യാത്രകളിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലം ഒന്ന് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഒന്നും മിസ്സായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലോക്ക്ഡൗണൊക്കെ ശേഷം എവറസ്റ്റ് ബേസ് ക്യാമ്പൊക്കെ പോയി കണ്ട് ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് വരിക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. സോ ഇത്രയൊക്കെ ഉള്ളൂ, നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ.